പ്രിയദർശിനി പദ്ധതി നടപ്പായതോടെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തൊഴിലാളി വാഹനങ്ങളാൽ ഉണ്ടാകുന്ന തുടർച്ചയായ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തമിഴ് തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ നടപടിക്കും തടയിടുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയിടങ്ങളിൽ നിന്നുള്ള സൗജന്യ യാത്രാ ബസ്സുകളുടെ പ്രയോജനം തമിഴ് തൊഴിലാളികളും പ്രയോജനപ്പെടുത്തി തുടങ്ങി. ഇടുക്കിയിൽ നിന്നും 12ഓളം സർവീസുകളാണ് KSRTC തമിഴ്നാട്ടിലേക്ക് നടത്തുന്നത്. ഇതിൽ 10 സർവീസും ഓർഡിനറിയാണ്. ഇതിനാൽ തന്നെ രാവിലെയും വൈകിട്ടുമുള്ള സർവീസുകളുടെ പ്രയോജനം തോട്ടം തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടും. കൃത്യസമയത്ത് തോട്ടങ്ങളിലെത്തുവാൻ തൊഴിലാളി വാഹനങ്ങൾ മരണപ്പാച്ചിൽ നടത്തുന്നത് ഹൈറേഞ്ചിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഇതിനും തടയിടുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏലം ഉൽപാദനത്തിന്റെ 85% ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ താലൂക്കിലെ ഇതിന്റെ തൊഴിലാളികൾ കൂടുതലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. കേവലം തുച്ഛമായ ശമ്പളത്തിൽ ആ ശമ്പളത്തിന്റെ 30% വണ്ടിക്കൂലി കൊടുത്ത് വരുന്ന തൊഴിലാളികളാണ് ഇവിടെ. ഈ പദ്ധതി കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉടുമ്പൻചോല താലൂക്കിനും ഉടുമ്പൻചോലയിലെ ഏലകൃഷിക്കും ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ തന്നെ വ്യക്തമാണ്. അതായത് അവിടുന്ന് കൃത്യസമയത്ത് രാവിലെ തന്നെ നമുക്ക് നമ്മുടെ നെടുങ്കണ്ടം KSRTC ഇപ്പോൾ നിന്ന് 4 ബസ്സുള്ളത് 2 തമിഴ്നാട് സർവീസാണ്. വെളുപ്പിന് 4 മുതൽ ആരംഭിക്കുന്ന ഈ സർവീസുകളിൽ നമുക്ക് തൊഴിലാളികൾ എത്തിയാൽ അവർക്ക് സൗജന്യമായി യാത്ര ചെയ്ത് ഇവിടെ വന്ന് തൊഴിൽ ചെയ്ത് അവരെ നിലവിൽ തൊഴിൽ ചെയ്ത് കിട്ടുന്നതിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും വണ്ടിക്കൂലിക്കായി മുടക്കുന്ന തുക അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഇടനിലക്കാരുടെ ഇടപെടലിന് തടയിടുവാനും ആകും. ഒരു ജീപ്പേൽ വരുന്ന ആളുകൾക്ക് കുത്തി നിറച്ചുകൊണ്ട് ജീപ്പേൽ ആളെ കൊണ്ടുവരുന്നോണ്ടിരുന്നാണ്. അവർക്ക് ഡ്രൈവർമാർക്ക് അടക്കം ഇതിന്റെ കങ്ങാടിമാർക്ക് അടക്കം കമ്മീഷൻ കൊടുത്തുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഇനി അതിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് തമിഴ്നാട്ടിലെ ഈ തൊഴിലാളികൾക്ക്. ഇത് ഓർഡിനറി ബസ്സാണ്. 2 കമ്പം വണ്ടിയും ഓർഡിനറി ബസ്സാണ്. നമ്മുടെ 3 സർവീസാണ് ഇവിടെ നടന്നത്. 3 ഓർഡിനറി ബസ്സാണ്. ആ 3 വണ്ടിയിലും തൊഴിലാളികൾക്ക് വന്ന് പോകാൻ പറ്റുന്നതാണ്. അവർക്ക് ഒരു ദിവസം 200 രൂപ ലാഭം ഉണ്ടാകുന്ന 200 അല്ല ഇടനിലക്കാർ കൊണ്ടുവന്ന പൈസ കൂടാതെ വരുമ്പോൾ 300 രൂപയുടെ വ്യത്യാസം അവർക്ക് ഒരു ദിവസം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു മാസം കുറഞ്ഞ ഒരു 10,000 രൂപ അല്ലെ 2,000 രൂപയുടെ വ്യത്യാസം ഒരു കുടുംബത്തിൽ തമിഴ് കുടുംബത്തിലടക്കം ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും വലിയൊരു വിപ്ലവമായൊരു തീരുമാനമാണ്. എന്താണെങ്കിലും തമിഴ് തോട്ടം തൊഴിലാളികളും പ്രിയദർശിനി സർവീസിനെ ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.